ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഭാഗത്തുനിന്ന് എന്ത് ഹെൽപ്പ് വേണേലും എന്നൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ ചെയ്തോളാം. ശരി ചേച്ചി, വാ നമുക്ക് അബിയുടെ അടുത്തേക്ക് പോവാം. അതായത് സ്വർണത്തിന്റെ ചാഞ്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇനി താഴേക്ക് തന്നെ സ്വർണത്തിന്റെ വില പോകാനാണ് സാധ്യത. കാരണം ഇപ്പൊ നമുക്കറിയാം അബിയുടെ കാര്യങ്ങളൊന്നും ന്യൂസിൽ പറയുന്നില്ലല്ലോ നാത്തൂനെ. അബി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയില് ചാനലിന് ന്യൂസ് കൊടുക്കാവൂന്ന് അഷി പൂർണിമയോട് ചോദിച്ചിരുന്നു. അത് ചിലപ്പോ പൂർണിമ ഇടുവായിരിക്കും എന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ ചെയ്യും വസുമതി? അങ്ങനെ തോന്നുന്ന പോലെ ന്യൂസ് ഒക്കെ ഇട്ടാലേ അതിന്റെ പേരിൽ ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുണ്ടാകും. അതായിരിക്കും പൂർണിമ ഇടാത്തത്. അതെ, നമ്മുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്കിത് വലിയൊരു സംഭവ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ അല്ലല്ലോ. സോഷ്യൽ മീഡിയ വഴി ഇത്തരം കാര്യങ്ങൾ ദിവസേന നടക്കുന്നുണ്ട്. ഒരു കണക്കിന് വാർത്ത ഇടാത്തത് നന്നായി. വാർത്തയൊക്കെ വന്നിരുന്നെങ്കിൽ പിന്നെ അതും ഒരു ചർച്ചയായേനെ. അതെ, നമ്മളെ ന്യായീകരിക്കാൻ കുറച്ച് ആളുകൾ വരുന്നത് പോലെ കുറ്റം കണ്ടുപിടിക്കാനും ചിലരുണ്ടാവും. അത്തരം ചർച്ചകളൊക്കെ അബിക്ക് പിന്നെ വിഷമാവും. ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ടാ നമ്മുടെ കൊച്ചിന് ഒരാപത്തും വരുത്താതെ തിരിച്ചു കിട്ടിയത്. അത് തന്നെ വലിയ ഭാഗ്യം. ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ വേദനിപ്പിക്കരുത്. ഈ കാര്യത്തെക്കുറിച്ച് അധികം സംസാരിക്കുകയും വേണ്ട. അപ്പൊ ഞങ്ങളാണോ കുറ്റക്കാര്? നിങ്ങൾ എന്താ ദേവേട്ട അങ്ങനെ പറയുന്നേ? അതെ, ഇത്തരം ഒരു കാര്യത്തിൽ അബിയുടെ പേര് വരുമ്പോ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? ആ വിഷമം കൊണ്ട് കുറച്ച് വഴക്കു പറഞ്ഞു. അതൊരിക്കലും അവനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട. ദുർഗ വിളിച്ചിരുന്നു. അബി ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. ഭഗവാനെ, ഈശ്വരൻ കാത്തു. ഞാൻ ഉടനെ ഇറങ്ങും അമ്മേ. ഇപ്പൊ വണ്ടി വരും. നാളെ പോയാ പോരെ അഷി? വേണ്ടമ്മേ, അത് ശരിയാവില്ല. നീ വേണേ ഒന്നും കൂടെ വിളിച്ചു ചോദിക്കേ നാളെ വന്നാ മതിയോന്ന്. അതെന്താ ശി, നിനക്ക് അബിയെ കാണണ്ടേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണാത്തതാ അപ്പച്ചി നല്ലത്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ തന്നെ അവനെ വന്ന് കണ്ട് സംസാരിച്ചോളാം. അതാ നിന്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യേ. അഷി, സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നീട്ടിക്കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. അഭി നിന്റെ അനുജനാ. അവൻ എന്തെങ്കിലും തെറ്റ് പറ്റിയാ തന്നെ അതൊക്കെ സ്നേഹത്തോടെ പറഞ്ഞു തിരുത്തേണ്ടത് നിന്റെ കടമയാ. വണ്ടി വന്നു. അമ്മേ, ഞാൻ ഇന്ന് പോവാ. അച്ഛാ, പോയിട്ട് വാ മോളെ. മുത്തശ്ശി, ഞാൻ ഇറങ്ങും. എന്റെ ദൈവങ്ങളെ, എന്റെ മക്കളെ കാത്തോളണേ ഈശ്വരാ.